അപ്പോൾ ആ യേശുവിൻ്റെ 30-ാം വയസ്സ് കഴിഞ്ഞിട്ട് 33.5 വർഷം ഞാൻ പറയണല്ലേ, പബ്ലിക് ലൈഫ് 30 വയസ്സ് കഴിഞ്ഞിട്ട് 3.5 വർഷം കൂടിയേ ഉള്ളൂ. 3.5 വർഷം ആയപ്പോഴേക്കും കശാപ്പ് ചെയ്തു. അത് മെച്യൂരിറ്റിയുടെ കളി, മെച്യൂറായിട്ട് അല്ല ഉണ്ണി പ്രതിമകളൊക്കെ എങ്ങനെയാണ് വളർച്ച ഉണ്ടാവില്ല, അത് പറയാം വീണ്ടും നിങ്ങളുടെ വിഡ്ഢത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ ആ 3.5 വർഷത്തിനും 3.5 വർഷം കൂട്ടി നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ 33.5 എന്ന് പറയുമ്പോൾ 3 2 6 3 2 6 അത് പറയണ്ട. 1/66 തന്നെ കെമിസ്ട്രിയിൽ കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ, അത് അടുത്ത വീഡിയോയിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലായത്, 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലായത്, വീണ്ടും അതിലേക്കാകുമ്പോഴുള്ള 66 വീണ്ടും 24/6 റോമിയോനെ കാണേണ്ടത് ആവശ്യമില്ല. കെമിസ്ട്രിയിൽ +2 കിട്ടണ രീതി ആക്കാം. പക്ഷെ അതല്ല, 3.5 ഇയേഴ്സ് പിന്നെ ജീവിച്ചിട്ടുള്ളൂ 30 വയസ്സ് തൊട്ട്. അപ്പോൾ 3 × 12 3 × 2 6 അത് ജസ്റ്റ് ആണ് 1/6 കാണിക്കുമ്പോൾ ഈ ചിയാരം പെരുന്നാൾ ഞാനിപ്പോൾ റോമൻ കാത്തലിക്സിൻ്റെ കാര്യം ചിന്തിക്കണല്ലേ. 6th ജാനുവരി അവരുടെ മിക്കവാറും പെരുന്നാൾ നടക്കാം എല്ലാ വർഷവും. അപ്പോൾ 1/6 വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. 3 × 2 6 അത് ഞാൻ പറയാനല്ലേ. സാറ്റർഡേ സൺഡേ 6th ജാനുവരി അങ്ങനെ കാണിക്കണം. പക്ഷേ ഈ 6 എന്ന് 3 × 6 6 + 1 മോളിക്ക് ഇട്ടിട്ട് 7/2 എന്ന് ഇട്ടാൽ 7 ജസ്റ്റ് ഞാൻ ഈ കാണിക്കാം. അത് ഇപ്പോൾ പറയണില്ല, അടുത്ത വീഡിയോയിൽ പറയാം. ഈ 2nd ജാനുവരിയും 7th ജാനുവരിയും മാമയുടെ ബർത്ത്ഡേ, ആ 7 8 6ാം ക്ലാസ്സിൽ 2000 888 ആ പെർഫെക്ഷൻ യേശുവിടെ കാണാണ്ടായ പോലെ 12 വയസ്സ് തികയാണ്. ആ 7 5 നടക്കിൽ 5 + 7 12 എന്ന് വരുമ്പോൾ 12 എന്ന 00 സമയം. പക്ഷെ 1 + 2 3 എന്നും കാണിക്കുന്നുണ്ട്, തൃശ്ശൂർ എന്ന് കാണിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗോവയിലായിരുന്നപ്പോൾ പോർച്ചുഗീസ് കൊങ്കണിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു പ്രത്യേക റെയിൻകോട്ടൊക്കെ രീതി ഒരു സിനിമാറ്റിക് രീതിയിൽ വളരുമ്പോഴും ഒരു ഇംഗ്ലീഷ് വരുന്നില്ല, മികവ് വരുന്നില്ല, ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ ബിലായിൽ ജനിച്ചതാണോ അല്ലെങ്കിൽ വെണ്ടൂർ മെരിസിൽ മാമോദിസ ചെയ്ത് പോയതാണോ ഞാൻ അവിടെ ഓർക്കണില്ലേ. അവിടുത്തെ മുഴുകിയിരിക്കുക, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഒരു ബെബിൻക കൾച്ചർ. ഹിന്ദുസിനുണ്ടാവില്ല, ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകത രീതിയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് പോർച്ചുഗീസ് കെട്ടിടങ്ങളും അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുവരണം. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുസും ഹിന്ദി അവിടെ വ്യത്യാസമുണ്ട്, അത് വേറെ. അപ്പോൾ അത് പറയണം, നിങ്ങൾ പറയണ വെഡിത്തരം അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. കാര്യങ്ങളല്ല, ശോഷിച്ച വാക്കുകൾ ആരും പറയിപ്പിച്ച് വെഡിത്തം പറയിപ്പിച്ചു. അത് തന്നെ തന്തയുടെ നല്ലൊരു റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് അന്ന് തൊട്ടായിരുന്നു കൂട്ടി വാങ്ങി, നിങ്ങൾ ഇപ്പോഴും അത് തന്നെ. അപ്പോൾ 2 × 7 14 ഞാൻ പറയാം. 2 × 7 14 എന്ന് വരുമ്പോഴും 2 + 7 8 9 എന്ന് വരുമ്പോഴും 23 എന്നുള്ളത് നാനയുടെ ബർത്ത്ഡേ എന്ന് വരുമ്പോഴും അത് പറയാം. 2nd സ്റ്റാൻഡേർഡിൽ നിന്ന് 3rd സ്റ്റാൻഡേർഡ് ആകുമ്പോഴും 3rd സ്റ്റാൻഡേർഡ് ആവേണ്ട ഞാൻ ഗോവയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കണ്ട് ചിക്കൻ പോക്സിലേക്ക് എനിക്ക് കിട്ടിയെന്ന് പറയാം. അത് അടുത്ത വീഡിയോയിൽ പറയാം. 3rd സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് വീണ്ടും ചേർന്ന് പിന്നെ 2nd സ്റ്റാൻഡേർഡ് 95 96 വരുമ്പോൾ മാമയ്ക്ക് 65 വയസ്സാകുമ്പോൾ ഈ മൂത്തൊരു അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് 65 1965 കുടമാമ CRPF ബർത്ത്ഡേ. അപ്പോൾ ഇയർ 28/8 അവരുടെ ബർത്ത്ഡേ മന്ത്. 28 + 8 അറിയാമല്ലോ എന്താണ്, 36. അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്നത് ഓഗസ്റ്റ് മാസത്തിൽ കേന്ദ്രീകരിച്ചാൽ പറയണേ. അപ്പോൾ ആ രീതിയിൽ 96 9 + 6 15 ആണ്, 36 തന്നെ കാണിക്കണേ. അപ്പോൾ മൂത്തൊരനിയും തമ്മിൽ വ്യത്യാസം പറയുന്നത് March 14 അത് അടുത്ത വീഡിയോയിൽ പറയേണ്ടതാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ പറയാം. March 14 പറയുമ്പോഴും ആ 3.14 നിങ്ങൾ പൈൻ്റെ വാല്യൂ ആണെന്നറിയോ. അപ്പോൾ അത് പൈ എന്നുള്ള നിങ്ങളുടെ ഫിസിക്സിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, കെമിസ്ട്രിയിൽ. അപ്പോൾ ഞാൻ അതൊന്നും നോക്കാറില്ലേ. അപ്പോൾ ഈ 14 എന്നുള്ളത് 2 3 അതിനെ കാണിക്കണം. 2 എന്ന സമയം 1 4 5 5 3 2 3 അതിനെ കാണിക്കണം. 3 6 7 8. അപ്പോൾ ആ 2ാം ക്ലാസ് 3ാം ക്ലാസ് ചേർന്ന് 95 96 വരണം 5 6 എന്ന രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കണം. ആ 96 കഴിഞ്ഞിട്ട് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലായി കഴിഞ്ഞിട്ട് 2 × 3 5 2 × 3 6 എന്നല്ല 5 6 എന്ന പോലെ തന്നെയാണ് ആ 2ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ 2000 വർഷത്തിൽ 8 12 വയസ്സിൽ വാങ്ങി പോണ പോലെ ആ രീതിക്ക് വരുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ള ഞാൻ പറഞ്ഞിട്ടില്ല, 93 ഉണ്ടായതെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് 2 7 എന്നുള്ളത് മാമയുടെ ബർത്ത്ഡേ. 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 7 8 വരാണ് അല്ലേ. 7th 8th സ്റ്റാൻഡേർഡ് 7th സ്നേഹിതനെ പാട്ട് പാടി. എനിക്ക് എവനോ ഒരുവനാണ് ഇഷ്ടപ്പെട്ടത്, സ്നേഹിതനെ പാടി ഫസ്റ്റ് കിട്ടി. ചോദിച്ചാൽ ഞാൻ ആരും താഴ്ത്തി പറയില്ല പൊക്കി പറയില്ല, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഞാനും പറയില്ല എന്നെ താഴ്ത്തി പറയില്ല പൊക്കി പറയില്ല, കിട്ടിയത് കിട്ടി കഴിഞ്ഞു. അപ്പോൾ ആയിരുന്നു കൂട്ടി വാങ്ങുന്നത് നിങ്ങൾ. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ അത് പറയാം, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്, അത് പറയാം, പിന്നെ പറയാം. അപ്പോൾ ഈ 2 7 എന്നുള്ളതിൽ ഉപ്പാപ്പന് മരിച്ചു. അപ്പാപ്പന് മരിച്ചത് നവംബറിലായിരുന്നു കുട്ടി വാങ്ങണ. ഫേക്ക് ബർത്ത് ഡേറ്റുള്ള
അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നവംബർ 11 ഫേക്ക് ബർത്ത്ഡേ ഷൂറുഖ് ഖാൻ്റെ ബർത്ത്ഡേ 7/27 കാണിക്കുമ്പോൾ 278911 എന്നാണ് കാണിക്കണം അല്ലേ? അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ 11/9 ആ 73 വയസ്സിൽ മരിക്കുമ്പോൾ 7 × 3 = 21 അടുത്ത വർഷത്തേക്കുള്ളത് കാണിക്കണേ. അയാൾ 7 × 4 വയസ്സിലല്ല മരിച്ചത്, 7 × 4 28 ആയേനെ. ഇവിടെ കുടവാമയുടെ ബർത്ത് ഡേറ്റ് ആണെങ്കിൽ അതിൽ ഡാഷ് വരുന്നില്ലേ നടുക്കിൽ. ഡേറ്റ് ആണെങ്കിൽ അമേരിക്കൻ ഡേറ്റിൽ 8 ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് 82 എന്ന് കാണിക്കുള്ളൂ. അതിന് അടുത്തത് ഞാൻ വീഡിയോയിൽ പറയാം അതെങ്ങനെയാണ് വരണമെന്ന്. ഓരോരുത്തർ ഏജ് അനുസരിച്ച് എങ്ങനെയാണ് വരണം. ഫേക്ക് ബർത്ത് ഡേറ്റ് അല്ല, അതൊക്കെ പറയാം. ഫേക്ക് സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേസ് ഹിന്ദുസിൻ്റെ കുറേ പേര് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കണ്ടിട്ട് പേരുകൾ പറഞ്ഞിട്ട് ഫേക്കാണ്. ഇപ്പോൾ ഞാൻ പറയാം കുറച്ച് മണി, ദീപിക പറയാം, ഷൂറുഖ് ഖാൻ്റെ ഒക്കെ. അപ്പോൾ എൻ്റെ വീട്ടുപേര് കോനിക്കാട് എന്നാണല്ലോ, കോനിക്ക. അപ്പോൾ അതിൽ കോനിക്കൊക്കെ കുറേ അർത്ഥമുണ്ട്. കോനിക്ക എന്ന് പറഞ്ഞാൽ കോയലിൻ്റെ മീനിയാണ്. കോനിക്ക കോണി എന്ന് പറഞ്ഞാൽ കോണിപ്പടി, ലാഡർ. കേരളം ഇറങ്ങണ രീതി അന്ന് ഇസ്രായേൽ സ്ഥാപിക്കുമ്പോൾ തന്നെ ജേക്കബ് കണ്ട സ്വപ്നം തന്നെയാണ്. യാക്കോബ് കണ്ട സ്വപ്നം തന്നെയാണ്. മാലാഖമാർ കയറിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈബിള് സ്വർഗ്ഗം കയറുക. അത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെയാണ്, മനസ്സിലായോ? ഏഞ്ചൽസ് മനുഷ്യർ തന്നെയാണ്. ആ രീതിയിലേക്ക് തന്നെ പോകണം. പക്ഷേ ഇനിയൊരു വേറൊരു എർത്ത് കണ്ടുപിടിക്കണം, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആവുമെന്നാണ് പറയണം. അത് വേറെ കാര്യം, അത് പറയാം. അപ്പോൾ ഈ അപ്പോൾ കോണിക്ക എന്ന് പറയുന്നത് കോയലിൻ്റെ അർത്ഥമുണ്ട്. കോയലിൻ്റെ പാട്ട് കോനിക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യൻ ഇതിൽ കോനിക്ക എന്ന് പറഞ്ഞാൽ കോയലിനെ പറയുന്നതാണ്, കുയിലിനെ പറയുന്നതാണ്. അപ്പോൾ കോനിക്കാട്. അപ്പോൾ ആ രീതിയിൽ കുറേ പേരുടെ ഫേക്ക് പേരുകൾ സെലിബ്രിറ്റികൾ പടിപടിയായിട്ട് വരുമ്പോൾ അവരുടെ ഫേക്ക് സ്വഭാവം കൊണ്ട് വന്നിട്ടുണ്ട്. ഫേക്ക് ലവ് അഫെയർസും പബ്ലിസിറ്റിക്ക് വേണ്ടി അവരുടെ പേരിൻ്റെ അക്ഷരങ്ങൾ അടുത്തടുത്ത് പുറത്തേക്ക് എടുത്ത്, അതെന്നുവെച്ചാൽ പേരുകൾ ആറാണെങ്കിലും ആ ഫേക്ക് പേരുകളും ഫേക്ക് ലവ് സ്റ്റോറിയും ഒരിക്കലും ജയിക്കാൻ പോകില്ലെന്ന്. വിഡിത്ത ക്യാമറയുടെ മുന്നിൽ പിടിക്ക് 120 വർഷം മുമ്പ് കണ്ടുപിടിച്ചത്. അതിന് മുമ്പ് 120 വർഷം മുമ്പ് 6000 വർഷം മുമ്പ് ആൾക്കാരും വെഡികൾ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ 120 വർഷം മുമ്പ് കണ്ടുപിടിച്ച ക്യാമറയ്ക്ക് മുന്നിൽ ഈ വെഡിത്തം, ഈ ജീവനില്ലാത്തത് വീണ്ടും ആരാഴ്ച പാതിരി വർഷം ആവശ്യം ഈ കൊമ്മൂട്ടിയും കോഹലാലും ഷൂറുഖ് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. ടെററിസ്റ്റിനെ അവർ കാർക്കിച്ച് തുപ്പുമ്പോൾ ഈ സ്റ്റോറി തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ അവർ തന്നെ അയ്യെന്ന് പറഞ്ഞിട്ട് ഇവർ വെഡ്ഡികൾക്ക് വേണ്ടി കൈയടിപ്പിക്കാനായിട്ട്, വെഡ്ഡിപ്പാട്ടും കേൾക്കാനായിട്ട് ഗോഷ്ടി കാണിക്കണം. അതെന്തിനാണ് അത് കാണേണ്ട ആവശ്യം? അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ആ വെഡിത്തം നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഈ 27 എന്ന് പറയുന്നത് 27 14, അതായത് 14 + 11 + 5 25. ആ 25 വീണ്ടും വരുന്നുണ്ട് വെച്ചാൽ ഡാഡി മമ്മിയുടെ ബർത്ത്ഡേ കാരണമാണ്, ബർത്ത്ഡേ അല്ല, വെഡ്ഡിങ് ഡേ കാരണമാണ്. അപ്പോൾ ആ വെഡ്ഡിങ് ഡേയുടെ അനുസരിച്ച് വരണം. ബാപ്റ്റിസം ചെയ്യണ കാര്യം പറഞ്ഞു. റോമൻ കാത്തലിക് രീതിയിൽ ശോഷിച്ച അങ്ങനത്തെ ബാപ്റ്റിസം അല്ല വേണ്ടത്. ചിലപ്പോൾ അവരുടെ ഭാഗ്യമരണമായിരിക്കാം, ചിലപ്പോൾ ശോഷിച്ച രീതിയിലുള്ള അറിവില്ലാത്ത മരണമായിരിക്കാം. അറിവില്ലായ്മ, അവരുടെ മൂത്തവരനി തമ്മിൽ വ്യത്യാസം അറിയാണ്ട് അതൊക്കെ. അപ്പോൾ റോമൻ കാത്തലിക്സിന് ചെയ്യണ ടൈപ്പ് ബാപ്റ്റിസം അല്ല വേണ്ടത്. കിണ്ടി കൊണ്ട് വെള്ളം ഒഴിക്കണ ടൈപ്പല്ല. അപ്പോൾ അത് ബ്രാഹ്മണന്മാർ പണ്ട് പുറത്തെന്തെങ്കിലും വൃത്തികേട് ചെയ്തോന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇല്ലത്തേക്ക് കയറുമ്പോൾ കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കും കാല് കഴുകാൻ. അതുപോലെ തലയിൽ ഇവിടെ പൊടിയിരിക്കണോ അതിൻ്റെ ആവശ്യമില്ല. മുങ്ങി നിവരണം. ചെറിയ പിള്ളേർ മുങ്ങി നിവർത്തേണ്ട കാര്യമല്ല പറഞ്ഞ ഞാൻ. പാതിരികൾ പല വെഡിത്തങ്ങളും ചെയ്യും. ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 28, 18, 20 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാം ബൈബിളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യണ ക്രിസ്ത്യൻസ്, ശരിക്കുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് 20, 22, 25 വയസ്സ് കഴിഞ്ഞിട്ട് നന്നായി 3 പ്രാവശ്യം നന്നായി മുങ്ങി നിവരാം. അങ്ങനെ ഒരു വേറെ ടൈപ്പ്. അത് അങ്ങനെയാണ് ശരിക്കും നിവരേണ്ടത്. അതാ ചെയ്യണത്. അതാണ് യേശുവയുടെ മാതൃക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് വായിച്ചറിയാണ്ട് എന്തോ കേട്ട പിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? നടന്നു. അപ്പോൾ അത് നടന്നു. അപ്പോൾ നിങ്ങൾ മാറാൻ പോകണേന്ന് അറിയാം. അപ്പോൾ അതാ ചെയ്യേണ്ടത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാസസ്ഥലം ഒരുക്കുമെന്ന് പറഞ്ഞല്ലോ യേശുവ. ഞാൻ അടുത്ത വീഡിയോ പറയുള്ളൂ. ഈ 1988 തൊട്ട് 2888 2000 കാര്യം. അപ്പോൾ വാസസ്ഥലം ഒരുക്കണ കാര്യം പറഞ്ഞല്ലോ യേശുവ. എൻ്റെ ഇല്ലാഹിയുടെ പക്കൽ, ഇല്ലാഹിയുടെ പക്കൽ കുറേ വാസസ്ഥലം ഉണ്ടെന്ന് അരമായിക്ക് ഭാഷയിൽ പറയണത്. അപ്പോൾ എന്താ പറയണത് അതിനെക്കുറിച്ച്? വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് ഇസ്രായേൽ, അവർക്ക് അറിയണത് ഇസ്രായേൽ, ഗ്രീക്ക്, കാരിസ് എന്ന് പറയുന്നത്. കൃപ പിന്നെ കുറേ 2000 വർഷം വരുന്ന പറഞ്ഞത് കെ സൈലൻ്റ് ആയിട്ട് HRRIS എന്ന് വരുന്നത് ഗ്രേസിനെ പറയുന്നതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ കൃപ, യഹോവയുടെ കൃപ. അത് വ്യത്യാസത്തിൽ വരാം, അത് പറയാം. അത് കള്ളനെ പോലെ വരാമെന്ന് പറഞ്ഞു.
ഇത് യേശുവയുടെ ഒരു കള്ളനെ പോലെയല്ല, രണ്ട് കള്ളന്മാരുടെ മധ്യകുരിശിന്മേൽ വരും എന്ന് പറഞ്ഞു അല്ലേ. മധ്യപ്രദേശിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ മധ്യകുരിശിന്മേൽ പാപികൾക്ക് വേണ്ടി ചാവും, കന്യകയിൽ നിന്ന് പിറക്കും എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ കാലത്തിൽ വരണ കാര്യം പറഞ്ഞു. അതെല്ലാവരും അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്, സ്പ്രെഡ് ആവാൻ അത് പറഞ്ഞു. അപ്പോൾ വാസ്തവം ഒരുക്കണ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് റോം, ഗ്രീക്ക്, ഇസ്രായേലിനെ കുറിച്ച് അറിയുള്ളൂ അധികമായിട്ടും. സ്പെയിനും പോർച്ചുഗലും ജർമ്മനിയും ബാക്കി ജപ്പാനും അമേരിക്കയും ഇന്ത്യയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അറബും അധികമൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് അറിയുമ്പോൾ വാസസ്ഥലം ഒരുക്കണ നോർത്ത് പോൾ ഒന്നും അറിയില്ല. നോർത്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ജൂവിഷ് വാസസ്ഥലം, അനേക വാസസ്ഥലം എർത്തിന് പിന്നെ പുറമെ വേറെ ഇനി കണ്ടുപിടിക്കാണ്ട് അതുണ്ടാവും. മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും എപ്പോഴെങ്കിലും അടുത്തുണ്ടാവും. പക്ഷെ അതല്ല പറയണത്, അടുത്തുണ്ടാവില്ല. ഇവിടെ തന്നെ അമേരിക്കയിലും ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിൽ കുറേ സ്ഥലത്തും ജപ്പാനിലും നോർവേയിലും നോർത്ത് പോളിലും സ്പെയിനിലും ജർമ്മനിയിലും ഇപ്പോൾ എല്ലാവരും ജൂയിഷ്, അമേരിക്കയും കാനഡയിൽ കൂട്ടായിട്ട് കുറേ പേര് സന്തോഷമായിട്ട് നല്ല ധൈര്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇസ്രായേലിൽ മാത്രമല്ല. അപ്പോൾ അതാണ് വാസ്തവം. എൻ്റെ പിതാവിനില്ല, അതിൻ്റെ അനേക വാസ്തവമുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, അങ്ങനെ ഒരു സമയം വരും എന്ന് പറഞ്ഞത് ആ രീതിയിൽ തന്നെ വന്നതാണ്. അപ്പോൾ ആ രീതിയിലൊരു വിശ്വാസത്തിൻ്റെ കാലം തൊട്ടാണ് ഈ ടെക്നോളജിയുടെ വളർച്ച. അതുകൊണ്ട് സോഷ്യൽ മുസ്ലിംസും സോഷ്യൽ റോമൻ കാത്തലിക്സ് കാരണം അല്ല ഇതുണ്ടായിക്കണം. അതിൻ്റെ അടിത്തട്ടിൽ ഒരു മൂലഘടന കിടക്കുന്നുണ്ട്. മൂലക്കല്ല് എന്ന് എന്തോ പറയുന്നുണ്ട് മലയാളത്തിൽ, എന്തോ പ്രൈവറ്റ് എന്തോ പറയും, ആ ഒരു സ്ഥാപിത മൂലക്കല്ല, ആ ഒരു തുടക്കം, ആ തുടക്കം മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ആ യേശുവയുടെ രീതിയിൽ വരണത്. അതുകൊണ്ട് സോഷ്യൽ റോമൻ കാത്തലിക്സും പൂർണ്ണമായി വായിച്ചറിയാണ്ട് ഈ പാതിരികളോടും ജീവിതത്തിൽ വിഘ്നങ്ങളെ മധ്യസ്ഥം കുറേ ചെയ്യുന്ന പോലെയല്ല, ഒരു മധ്യസ്ഥനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയും. അപ്പോൾ ഈ വാസ്തവം ഒരുക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ ഹിറ്റ്ലർ ചെയ്യുന്നത് വെറും വിഡിത്തായിരുന്നു, മനസ്സിലായോ? ഈ ശരിക്കുള്ള കാര്യം അറിയാണ്ട് മുതൽക്കൂട്ട് തന്നെയാണ് യേശുവ മരിക്കാൻ കാരണവും. മുതൽക്കൂട്ടാണ് യേശുവയുടെ മരണം ഉണ്ടായതും ഫേമസ് ആവാൻ കാരണം. യഹൂദിയർക്ക് പങ്കുണ്ട്. കുറേ യഹൂദിയർ ഇപ്പോൾ കുറേ പേര് ക്രിസ്ത്യൻസ് ആയിട്ടുണ്ട്. മില്യൺസ് ഓഫ് യഹൂദിയർ ഇപ്പോൾ ക്രിസ്ത്യൻസ് കുറേ വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റി ആയി. അതുകൊണ്ടാണ് യെറുശലേം ഇപ്പോൾ അടുത്ത 2017 ജെറുസലേം ക്യാപിറ്റലായത്. 2017 ഞാൻ സെക്കൻഡ് ടൈം ബാംഗ്ലൂർ വരണം. അപ്പോൾ 2008 അതൊക്കെ പറഞ്ഞു ഒക്കി സ്റ്റോമൊക്കെ വന്നത്. അപ്പോൾ എല്ലാം ഘട്ടമായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയണേ. അപ്പോൾ 2017 പാട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് തെലുങ്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിലും ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇരുന്ന പോരാ. അത് ഇഷ്ടമുള്ള സ്ഥലമാണെങ്കിലും ജോലി ചെയ്യേണ്ടത് ചെയ്ത് രജിസ്ട്രേഷൻ അത് അവർ രജിസ്ട്രേഷൻ കണ്ടിട്ട് ഞാൻ ബിരുദം എടുത്ത് ജോലി ചെയ്യാണ്ട് വെറുതെ വീട്ടിലിരിക്കണ പോലെയല്ല. മക്കളുണ്ടാക്കാണ്ട് ജോലി ചെയ്യണ കൂടെ പബ്ലിഷ് ചെയ്ത് അത് ധൈര്യമായിട്ട് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിലും പബ്ലിഷ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മുതലെടുക്കാൻ നോക്കുക, ഇതിൽ സംഭവിപ്പിക്കാൻ നോക്കുക. അത് വേറെ കാര്യം. അത് 2017 ഒക്കി വന്നത് December 4 തൊട്ട് December 6 വരെ വന്നത്. അത് കന്യാകുമാരി കോസ്റ്റിൽ സുനാമി വന്നത് വെറുതെ ഇല്ല. ഈ വേളങ്കണ്ണിയിലൊക്കെ ജീവനില്ലാത്ത സ്ത്രീകളെയൊക്കെ ആരാധിക്കണതിനാണ് കിട്ടണത്. അത് ഞങ്ങൾക്ക് പറഞ്ഞു 26/12/24 ഉണ്ടാവണേ. അത് സെക്കൻഡ് വീഡിയോയിൽ പറയാനുള്ളതാണ്, ഞാനിപ്പോൾ പറയാം. അതുപോലെ എല്ലാം ട്വിൻ ടവേഴ്സ് കച്ച് ഭുജ് ഗുജറാത്തിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരാഴ്ച പോയി താമസിച്ച് ജിബിയോടല്ല ചോദിച്ചറിയേണ്ടത് വിശേഷം. ഗോവയിൽ 7-8 വർഷം ഉണ്ടായിരുന്നു ഉദരത്തിൽ ഇറക്കുന്നത്. അത് വിശേഷം ചോദിക്കാണ്ട് അവരോട് ചോദിക്കാൻ തന്നാൽ ഞാനും അമ്മേനെ കേട്ടോണ്ടിരിക്കണേ. മമ്മിയുടെയും എൻ്റെയും ബർത്ത് മാസം 10ഉം 8ഉം തമ്മിലുള്ള ഒരു ചേർച്ച കൂടി വരേണ്ടതിൽ. അത് 28/8/26 വരും, 19/8/26 വരുമ്പോഴും മമ്മിയുടെ ബർത്ത്ഡേ 30/10 വരുമ്പോൾ ക്ലോക്കിൽ അടിക്കണ 6/2 എന്ന സമയം 26ഉം 62 എന്ന സമയം 1962 ജനിച്ചതും ആ 8ഉം 6-12 കൂട്ടില്ലല്ലോ 0 സമയം. ഈ 8ഉം 10ഉം 30 60ഉം 90 എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അത് 26 പറയണമായിരുന്നു. 7 + 9 സമയം 10 കൂട്ടുമ്പോൾ 16 + 10 26 ആണ്. ആ 26ൻ്റെ 8 കൂട്ടി നോക്കുമ്പോൾ കറക്റ്റായിട്ട് 8/8/8 എന്ന് വരുന്നുണ്ട് മമ്മിയുടെ ബർത്ത്ഡേയുടെ ഇയറും കൂട്ടി നോക്കുമ്പോൾ. ആ 8/8 ഞാൻ 28/8/8 വരുമ്പോൾ 1982/26 എനിക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ബെറ്റ്സിനിസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി. അത് പിന്നെ പറയാം, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലാക്കാൻ അവിടെ പറയുമ്പോഴും. അപ്പോൾ ഞാൻ പറയാം ഏത് രീതിയിൽ. ഇപ്പോൾ അവർ പറയും ഒരു അശ്വിൻ എന്ന് പറഞ്ഞ പാലക്കാട്ടുകാരൻ +2 ഉണ്ടായിരുന്നു. എല്ലാവരും സുഭാഷൊക്കെ പോയി കഴിഞ്ഞിട്ട്
കെമിസ്ട്രി ബുക്ക് നേരത്തെ അടിച്ച് ബുക്ക് അത് എനിക്ക് ആവശ്യമുണ്ടല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞ് തരാമെന്നുണ്ട് 3 ദിവസമായിട്ട് തന്നിട്ടില്ല. കെമിസ്ട്രി ബുക്ക് കൊണ്ട് വലിയ പൈസ നടക്കുക വിവരം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ റിയാക്ഷൻ ഏത് രീതിയിലും റിയാക്ട് ചെയ്യാം. മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുകയും ചെയ്യാം. മിണ്ടാണ്ട സമയത്ത് നന്നായിട്ട് നിങ്ങൾ കണ്ണിൽ തറച്ച് കയറണ പോലെ കണ്ടു. കേട്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല എനിക്ക് മനസ്സിലായി. കണ്ണിൽ തറച്ച് കയറണ പോലത്തെ മിണ്ടലായിരിക്കും എൻ്റെ. അപ്പോൾ അത് ഉണ്ടാവുന്ന സമയം എനിക്ക് ചോദിച്ചു പറയട്ടെ. എനിക്കങ്ങനെ നിങ്ങളോട് സോഷ്യൽ വാക്കുകൾ ഇതിനെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ സോഷ്യൽ വസ്തു കാണിക്കണതിന് ഞാൻ ഈ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അകത്ത് സംസാരിക്കണ പോലെയല്ല പുറത്ത് അതുപോലെ സംസാരിക്കണം, കാണുന്ന പോലെയല്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അന്ന് തൊട്ട് ഈ 27 കഴിഞ്ഞ് 2001 ഉണ്ടാവുന്ന കാര്യം ശരിക്കും പറയാം അടുത്ത വീഡിയോയിൽ പറയേണ്ടതാണ്. 2001 2002 ട്വിൻ ടവേഴ്സിനുണ്ടാവും. ട്വിൻ ടൗൺസ്, ഗോവയിലത്തെ ഒരു ട്വിൻ ടൗൺസിലാണ് ഞാൻ വളർന്നു വന്നത്. അവിടുത്തെ ചിമ്മിനി പൊട്ടുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ മുകളിൽ കളിക്കല്ല ഞാൻ നോക്കി നിൽക്കുള്ളൂ, സൈക്കിൾ ഓടിക്കില്ല. അപ്പോൾ താഴെ ഫ്ലാറ്റിൽ ചെറുതാകുമ്പോൾ വലിയ ഫ്ലാറ്റ് പോലെ തോന്നും. ഇപ്പോൾ നമ്മൾ ഉയരം കൂടുമ്പോൾ പിന്നെ കാണാൻ പോയപ്പോൾ ചെറിയൊരു വീട് പോലെ തോന്നണം. അപ്പോൾ അന്നപ്പുറത്ത് ചിമ്മിനി ഉണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടൂർ തൊട്ട് വേലിപ്പാടം വരെ ചിമ്മിനി ഡാം എന്ന് അവിടെ പറയണത് അതുകൊണ്ടാണ്. ചിമ്മിനികളുണ്ട് കുറേ അന്ന് ആ ഒരു 97 2005 വരെയൊക്കെ. അപ്പോൾ അതൊക്കെ പൊളിച്ച് കളഞ്ഞു തോന്നുന്നു. കുറേ ചിമ്മിനികൾ അവിടെ ഇവിടെ നിൽക്കണതാണ്. അപ്പോൾ ചിമ്മിനിയുടെ ഈ പൊട്ടി തെറിച്ച് പുക വരുന്ന ഗോവയിൽ തൊട്ടടുത്ത് കണ്ടതാണ്. സാൻവേഡും കുറിച്ചിടം ട്വിൻ ടൗൺസിൽ. അത് 95 തിരിച്ചറിയാം. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയാം ഈ ട്വിൻ ടവേഴ്സ് ഉണ്ടാവുന്നതും അതുപോലെ കച്ച് ഭുജ് ഗുജറാത്തിലുണ്ടാവുന്നു 26 ജാനുവരിയിൽ ഉണ്ടാവണം. ആ സമയം നോക്കിയാൽ അറിയാം. അത് 10:08 എന്നൊക്കെ കാണിക്കണം ഉണ്ടായത്. അതുപോലെ 25th ഡിസംബറിൻ്റെ കാര്യമില്ല. 26th ഡിസംബർ 2004 ഉണ്ടാവുന്നതും 24 എന്നല്ല പറയാം ഞങ്ങൾ 12 ഇപ്പോൾ 23:00 സമയം പറഞ്ഞ കാരണം 26 തന്നെ പ്രാധാന്യം. 26 12 2 + 6 8 12:00 സമയം എന്ന് കാണിക്കണം. അപ്പോൾ അത് പിന്നെ വേൾഡ് ട്രേഡ് സെൻ്ററുണ്ട് 73 21 9/11. അപ്പോൾ 9/11 എന്ന രീതിയിൽ വന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക 2001 21 എന്ന രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. 21 എന്ന രീതിയിൽ ബാപ്റ്റിസം ചെയ്യണം. അതുപോലത്തെ തന്നെ ബെറ്റ്സിമിസ് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിൽ ആക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ട് അത് കൈനറ്റിക് ഹോണ്ട ഡാഡിയുടെ തന്നെ കറുത്ത കൈനറ്റിക് ഹോണ്ട തന്നെയാണ്. പക്ഷേ GA2 GA2 മർഗാവ് രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ അത് മാറ്റി പിന്നെ കൈനറ്റിക് ഹോണ്ട അവരുടെ അവർ തക്കിനടിയിൽപ്പെട്ട് ബെഡ് റെസ്റ്റ് ആവാൻ വേണ്ടി വന്നു. ഹിന്ദി ടീച്ചറാണ്. നല്ല ശ്രീദേവിയുടെ ചായ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീദേവിയുടെ ജോസഫ് എന്ന് പറഞ്ഞ ജോസഫയുടെ പോലത്തെ കുറേ പേര് ഇവിടെ അവിടെ ഇവിടെയും മരുന്ന് കൂട്ടി വാങ്ങാൻ താമസിക്കുന്നുണ്ട്. അവർ ബ്രൈറ്റ് ഷെയ്ക്കിൻ്റെ നട്ട് 2-3 ദിവസത്തിനുള്ളിൽ മരിച്ചു. അപ്പോൾ അന്നും അവർ ശ്രീദേവിയുടെ പാട്ടുകളാണ്. വെണ്ടൂർ പഴയ വീട്ടിൽ അവരുടെ യാദവ അത് ഹിന്ദു രീതിയിൽ പാടാണെങ്കിലും അത് യഹോവയാണല്ലോ മെയിനായിട്ട് നിൽക്കുന്നത് വേൾഡ് മൊത്തം ആ രീതിയിൽ പറയണം. അല്ലെങ്കിൽ അതോ ഹിന്ദി അതോ എന്ന് പറയുമ്പോൾ A2 കുറിച്ച് പറയണം. ദൈവരാഗമോ ആ രീതി പറയുമ്പോൾ ആ പാട്ടുകളൊക്കെ അതിൽ കിടക്കണം. അപ്പോൾ ആ സമയത്ത് ഈ വേളാങ്കണ്ണിയുടെ പാട്ട് എനിക്ക് വേളാങ്കണ്ണി പറയാം. പിന്നെ വേളാങ്കണ്ണിയുടെ ഡ്രസ്സ് പട്ട് സാരി എടുത്തിട്ട് ഇന്ത്യൻ സാരി ഇട്ട് വരണത് പറയാം. വീഡിയോ കാണിക്കുമ്പോൾ പഴയ വീഡിയോ കാണിക്കുമ്പോൾ അതിലെനിക്ക് തീരെ വിശ്വാസമില്ല. അപ്പോൾ അതൊക്കെ കാര്യം. അപ്പോൾ ആ ശ്രീദേവിന്ന് പറഞ്ഞ് ലാലു മൗസിയുടെ ഭർത്താവ് മരിച്ചു. അവൻ്റെ മോൻ ജനിച്ച് ഒരു 2 വയസ്സായപ്പോഴേക്കും മരിച്ചു. അതെത്ര നല്ല ഹതഭാഗ്യം എന്ന് പറയണം. ഒരു 25 26 34 32 വയസ്സായിരിക്കണം. അപ്പോൾ മൂത്തവളാണ് ലാലു മൗസി. അപ്പോൾ മൂത്തവർ തന്നെയും തമ്മിൽ വ്യത്യാസം പറയുന്നത്. വെണ്ടൂർ തന്നെയാണ് ഡാഡിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഡാഡിയുടെ വീടിൻ്റെ അടുത്തല്ല, കുറച്ച് വേറെ ഭാഗത്തേക്ക് പോകണം. ഡാഡിക്ക് നമ്മളായിട്ട് ചേർച്ച ഉണ്ടാവില്ല വെണ്ടൂർ. അപ്പോൾ നമ്മുടെ പള്ളിയുടെ അടുത്തായതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഒരു ഡാർക്ക് പഴയ പള്ളിയുടെ പിൻവശമായതുകൊണ്ട് ഒരു ഡാർക്ക് മരങ്ങളും കാട് പിടിച്ചിരിക്കണം. പക്ഷേ ഇവരുടെ ജോസ് മസലൊക്കെ വെളിച്ചായിട്ട് കുറച്ച് പാടേരി അങ്ങോട്ട് പോകണം, നേരെ സ്ട്രെയിറ്റ് വഴി. അത് വേറെ വ്യത്യാസമുണ്ട്. അത് പോട്ടെ. അപ്പോൾ പഴയ പള്ളിയുടെ കാര്യം പറയാം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ശ്രീദേവി ബെറ്റ്സിമിസിന് ശ്രീദേവിയുടെ ചേരോ അവർക്ക് എത്തിക്കാന്ന് തോന്നുന്നു. ഈ 7th ഡേ സ്കൂളിൽ വന്നിട്ട് അപ്പോൾ അവർ ഒരാഴ്ച തീർന്നില്ല, അപ്പോഴേക്കും ആക്സിഡൻ്റ് ആയി പോയി. അപ്പോൾ ഞാൻ ഹിന്ദി മലയാളത്തൊക്കെ എനിക്ക് 75 78 മാർക്ക് കിട്ടുന്നുണ്ട് 100-ൽ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. 8 നോവലുകളാണെങ്കിൽ കുറേ നോവലുകളുണ്ട് സമയത്ത്. നോവലുകളൊക്കെ വായിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. കുറേ ടൈപ്പ് നോവലുകൾ, കുറേ വലിയ വലിയ ആൾക്കാർ എഴുതിയ നോവലുകളും കവിതകളും. അപ്പോൾ 9 10 9 സുഭാഷ് പോയി 11
12 വരെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് മലയാളത്തിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സംസാരിക്കണല്ലേ, പക്ഷെ അവർ ഞാൻ പറയും ഒരു സമയം തൊട്ട് ഇങ്ങനെയാണ് വരണമെന്നൊക്കെ പറയും. വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ പോകും വെണ്ടൂർ. ലിജേച്ചിയൊക്കെ ഇത് കണ്ട് പോയി, വേറെ സ്ഥലത്ത് ചൂണ്ടലിൽ ജോലി ചെയ്യാൻ പോയി. ഓർത്തിങ്ങ് ചിരിക്കാൻ വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലേ പറയാം.